ഈ പുകശല്യം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏകദേശം 40,000 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന്റെ മൈലേജും പവറും കുറയുമെന്ന് നിങ്ങൾക്കറിയാമോ? എങ്കിൽ സീബോൺ നൽകുന്നു ഇതിനൊരു പരിഹാരം. HHO ടെക്നോളജിയുടെ സഹായത്തോടെ കെമിക്കൽ ഉപയോഗിക്കാതെ എഞ്ചിനിലെ കാർബൺ നീക്കം ചെയ്ത് നിങ്ങളുടെ വാഹനത്തിന് കൂടുതൽ മൈലേജും കൂടുതൽ പവറും നൽകുന്നു. സീബോൺ ഡീകാർബണൈസേഷൻ, റൈഡിംഗ് ഗിയേഴ്സ് ആൻഡ് മോട്ടോർ സൈക്കിൾ ആക്സസറീസ്, ബെല്ലേവ്യൂ ടവർ, മാങ്ങാട്. നമസ്കാരം. കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 6 വരെ, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ വരെയുള്ള സെക്ഷൻ 6, അതുമായി ബന്ധപ്പെട്ട റൂള് 3 വരെ നമ്മൾ പഠിച്ചു. അടുത്തത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നമുക്ക് സെക്ഷൻ റൂൾ ഒരുമിച്ച് പഠിച്ചു പോകാം. അപ്പോൾ അടുത്തത് സെക്ഷൻ 7 രജിസ്ട്രേഷൻ, സെക്ഷൻ 7 റൂള് 4, സെക്ഷൻ 6 റൂള് 3 നമ്മൾ കണ്ടു, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. സെക്ഷൻ 7 രജിസ്ട്രേഷൻ, വകുപ്പ് 7 ചട്ടം 4 രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1, 2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞു. ഇപ്പം പരീക്ഷയ്ക്ക് ഡീപ്പായിട്ടാണ് ചോദിക്കുന്നത്, നമ്മൾ ഡെപ്തിൽ പഠിക്കണം, ഹെഡിങ് മാത്രം പഠിച്ചാൽ പോരാ. ഇപ്പോൾ സെക്ഷൻ 1 രജിസ്ട്രേഷനകത്ത് പറയുന്നത്, സബ്സെക്ഷൻ 1 പറയുന്നത്, if the registrar is satisfied that application, അതായത് സെക്ഷൻ 6 പ്രകാരം നൽകിയ ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. ഇതാണ് സെക്ഷൻ 7 പറയുന്നത്. ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ്, രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആകുക മീൻസ്, രജിസ്ട്രാർക്ക് സന്തോഷിക്കുക മീൻസ്, രജിസ്ട്രാർക്ക് ബോധ്യമെന്ന് തോന്നിയാൽ എന്ത്, ആപ്ലിക്കേഷൻ കമ്പൈൽസ് ദി ആക്ട് ആൻഡ് റൂൾസ്. അതായത് ഒരു സംഘം രജിസ്ട്രേഷന് വേണ്ടി രജിസ്ട്രാർ മുമ്പാകെ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് കമ്പൈൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കമ്പൈൽസ് ചെയ്യുക മീൻസ് അത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ആക്ട് ആൻഡ് റൂൾസ് അനുസരിച്ചാണെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ അപേക്ഷ നിയമത്തിനും ചട്ടത്തിനും വിധേയമാണ് എന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ, ഇതാണ് ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്ഷൻ 1 തന്നെ വീണ്ടും ക്ലോസ് ABCDE 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അപേക്ഷ നിയമത്തിനും ചട്ടത്തിനും വിധേയമാണ്, ആക്ട് ആൻഡ് റൂൾസിനും വിധേയമാണ് രജിസ്ട്രാർ ബോധ്യപ്പെട്ടാൽ, ഏതൊക്കെ ബോധ്യപ്പെടണം, അതാണ് ക്ലോസ് എയിലും ബിയിലും. ഇതിൽ എയോ ബിയോ സിയോ ഡിയോ ഇയോ ആയിരിക്കും ചിലപ്പോൾ എടുത്തിട്ട് ചോദിക്കാം. അവിടെ നമ്മൾ ആ ക്ലോസ് കൂടെ നോക്കണം. സെക്ഷൻ 7 സബ്സെക്ഷൻ ക്ലോസ് എയിൽ പറയുന്നത്, സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് എയിൽ പറയുന്നത്, അപേക്ഷ ചട്ടത്തിനും നിയമത്തിനും വിധേയമാണെന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ, അതിൻ്റെ ക്ലോസാണ് എയിൽ എന്താ പറയുന്നത്, അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞു. ദെൻ ബിയിൽ പറയുന്നു, ദാറ്റ് ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദി ഒബ്ജക്റ്റ് ഓഫ് ദി സൊസൈറ്റി ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി സെക്ഷൻ 4, അതാണ് ക്ലോസ് ബിയിൽ പറയുന്നത്. അപേക്ഷ എങ്ങനെ ആയിരിക്കണം, ഇൻ അക്കോർഡൻസ് വിത്ത് ദി, അല്ലെങ്കിൽ ദി ഒബ്ജക്റ്റ് ഓഫ് ദി സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4, സെക്ഷൻ 4 അനുസരിച്ച് ആയിരിക്കണം അതിൻ്റെ ഉദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ പ്രപ്പോസൽ സംഘത്തിൻ്റെ, പ്രപ്പോസൽ സംഘം മീൻസ് ഇപ്പം സംഘം നിലവിലില്ല, രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പം മലയാളത്തിൽ പറഞ്ഞാൽ നിർദ്ദിഷ്ട സംഘത്തിൻ്റെ, വരാൻ പോകുന്ന സംഘത്തിൻ്റെ ഉദ്ദേശങ്ങൾ 4-ാം വകുപ്പിന് വിധേയമായിരിക്കണം, അല്ലെങ്കിൽ അനുസൃതമായിരിക്കണം. 4-ാം വകുപ്പിൽ നമ്മൾ കണ്ടു എന്താണ്, സൊസൈറ്റി വിച്ച് മേ ബി രജിസ്റ്റേർഡ്, ഏത് തരം സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാം. അതാണ് നമ്മൾ ഒരു സെക്ഷൻ പഠിച്ചാൽ അത് നമ്മൾ 110 സെക്ഷനിലേക്ക് വരുമ്പം അത് മറ്റൊന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, പല സെക്ഷനും പല കേസിലും. അപ്പോൾ 7 പ്രകാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്ട്രാർക്ക് ബോധ്യപ്പെടണം. ബി ക്ലോസ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി പറയുന്നത്, സംഘത്തിൻ്റെ അപേക്ഷ എന്തായിരിക്കണം, 4-ാം വകുപ്പിന് വിധേയമായിരിക്കണം. 4-ാം വകുപ്പിൽ എന്താ പറയുന്നത്, സൊസൈറ്റി വിച്ച് മേ ബി രജിസ്റ്റേർഡ്, ഏത് സംഘം രജിസ്റ്റർ ചെയ്യുക മീൻസ് ടൈപ്പ് ഓഫ് സൊസൈറ്റി അല്ല, ഫോർ ദി ഇക്കണോമിക് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്, അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിധേയമായിരിക്കണം.
അല്ലെങ്കിൽ പബ്ലിക്സിൻ്റെ പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വിധേയമായ സംഘങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് സെക്ഷൻ 4 പറഞ്ഞത്. അപ്പോൾ രജിസ്ട്രാർ നോക്കും, അപേക്ഷ കിട്ടിയാൽ രജിസ്ട്രാർ പരിശോധിക്കുമ്പം ആ അപേക്ഷ സെക്ഷൻ 4 പ്രകാരമാണോ, അതായത് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടിയിട്ട്, ഇക്കണോമിക് വെൽഫെയർ വേണ്ടിയിട്ട് അനുസരിച്ചാണോ എന്ന് രജിസ്ട്രാർ പരിശോധിക്കും. അതാണ് ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ്. ക്ലോസ് ബി. ദെൻ ക്ലോസ് സിയിൽ പറയുന്നു, ഇഫ് ദ രജിസ്ട്രാർ, നേരത്തെ പറഞ്ഞു, ഈസ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഏരിയ ഫോർ ഓപ്പറേഷൻ ഓഫ് ദി പ്രപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ദി ഏരിയ ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡി നോട്ട് ഓവർലാപ്പ്. രജിസ്ട്രാർ നോക്കും, എങ്കിലും രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. എന്താണ് അത്? അപ്പോൾ ആ സംഘത്തിൻ്റെ പ്രവർത്തന പരിധി, നിർദ്ദിഷ്ട സംഘത്തിൻ്റെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്ത സംഘമാണ് പ്രപ്പോസ്ഡ് സൊസൈറ്റി അല്ലെങ്കിൽ നിർദ്ദിഷ്ട സൊസൈറ്റി. അപ്പം നിർദ്ദിഷ്ട സംഘത്തിൻ്റെ ഏരിയ ഓപ്പറേഷൻ, പ്രവർത്തന പരിധി അതേ സ്വഭാവമുള്ള, സിമിലർ ടൈപ്പ്, അതേ സ്വഭാവമുള്ള മറ്റൊരു സംഘത്തിൻ്റെ പ്രവർത്തന പരിധിയിലേക്ക് ഓവർലാപ്പ് ചെയ്തിട്ടില്ല, വ്യാപിച്ചിട്ടില്ല എന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെടാൻ രജിസ്ട്രാർ പരിശോധിക്കണം. അതാണ് ക്ലോസ് സിയിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ പറയുന്നത് ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ്, ക്ലോസ് ഡി പറയുന്നു, ദ പ്രപ്പോസ്ഡ് ബൈലോ ആർ നോട്ട് കോൺട്രറി ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. അപ്പോൾ നമ്മൾ ഈ ബൈലോയെ പറ്റി വിശദമായിട്ട് പിന്നീട് പറയും. ഞാൻ വിശദമായിട്ട് എന്താണ് ബൈലോ, പ്രധാന ഒരു സംഘത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതിൻ്റെ ഭരണഘടനയാണ്, ജാതകമാണ് എന്നൊക്കെ പറയാം. അതിൻ്റെ ബൈലോ, രജിസ്റ്റേർഡ് ബൈലോ. അപ്പം ബൈലോയെ പറ്റി നമുക്ക് വിശദമായി പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ കണ്ടു, രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പം അപേക്ഷയോടൊപ്പം നമ്മൾ 3 കോപ്പീസ് ഓഫ് ദി ഡ്രാഫ്റ്റ് ബൈലോ, അതായത് ചീഫ് പ്രൊമോട്ടറോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് തയ്യാറാക്കുന്ന ഡ്രാഫ്റ്റ് ബൈലോ കൊടുക്കണമെന്ന് പറഞ്ഞു. ആ ബൈലോ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത ബൈലോ ആണ്, തയ്യാറാക്കുന്ന ബൈലോ ആണ് ഡ്രാഫ്റ്റ് ബൈലോ. അത് നമ്മൾ രജിസ്ട്രാർക്ക് കൊടുക്കുമ്പോൾ അത് പ്രപ്പോസ്ഡ് ബൈലോ ആയി. ആ ബൈലോ എന്തായിരിക്കണം? അതായത് നിർദ്ദിഷ്ട സംഘത്തിൻ്റെ ബൈലോ നിയമത്തിനും ചട്ടത്തിനും കോൺട്രറി ആയിരിക്കരുത്, വിരുദ്ധമായിട്ടുള്ളതല്ല എന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെടണം. അതാണ് ഇഫ് ദി രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ്. അപ്പം നമ്മൾ എ, ബി, സി, ഡി കണ്ടു. ദെൻ ഇ, ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദി പ്രപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലൈസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സൗണ്ട് ബിസിനസ്. അതായത് ആ സംഘം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലാഭകരമായ രീതിയിൽ, സൗണ്ട് ബിസിനസ്, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ, അത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 പറഞ്ഞ എ, ബി, സി, ഡി, ഇ. അപ്പം ചിലപ്പോൾ ചോദിക്കും, ഒരു സംഘത്തിൻ്റെ, ഒരു പുതുതായിട്ട് രൂപീകരിക്കുന്ന സംഘത്തിൻ്റെ പ്രവർത്തന പരിധി മറ്റേ സംഘത്തിൻ്റെ പ്രവർത്തന പരിധിയിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ നമ്മൾ 7 എഴുതിയ മാർക്ക് കിട്ടിയല്ല, അത് ഓവർലാപ്പ് ചെയ്യുന്നില്ല എന്ന്, വ്യാപിച്ചില്ല എന്ന് സിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സംഘം എങ്ങനെ സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇയിലാണ്. അല്ലെങ്കിൽ സംഘത്തിൻ്റെ പ്രപ്പോസൽ സംഘത്തിൻ്റെ ബൈലോ ആക്ട് ആൻഡ് റൂൾസിനും കോൺട്രി അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡിയിലാണ്. അത് ആ സബ് ക്ലോസും നമ്മൾ പഠിക്കണം. അതനുസരിച്ചിട്ടാണ് ചോദ്യം ചോദിക്കുക. ബി പറഞ്ഞ കാര്യങ്ങളൊക്കെ രജിസ്ട്രാർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, അതാണ് 7(1) പറയുന്നത്, ഹി മേ രജിസ്റ്റർ ദി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോ വിത്തിൻ എ പീരീഡ് ഓഫ് 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ, അപ്പോൾ നമ്മളറിയാം ആപ്ലിക്കേഷൻ ഈസ് ഇൻ ഓർഡർ, ആപ്ലിക്കേഷൻ ഓർഡറിലാണ്, ക്രമപ്രകാരമാണ്, യാതൊരു തെറ്റുകുറ്റങ്ങളുമില്ല എന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ, അതാണ് നമ്മൾ ആദ്യം ഇഫ് ദ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എ, ബി, സി, ഡി, ഇ. ഈ പറഞ്ഞ 5 കാര്യങ്ങളും ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ഹി മേ രജിസ്റ്റർ ദി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോ. രജിസ്ട്രാർ അതാ സൊസൈറ്റിയും രജിസ്റ്റർ ചെയ്യണം, നമ്മൾ അയച്ചു കൊടുത്ത പ്രപ്പോസ്ഡ് ബൈലോയും രജിസ്റ്റർ ചെയ്യണം. എന്ന് രജിസ്റ്റർ ചെയ്യണം? ചോദ്യം ചോദിക്കാം, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്ന് രജിസ്റ്റർ ചെയ്യണം? വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് ഒരു സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ കിട്ടിയ തീയതി മുതൽ 90 days. നോക്കാം, ഇത് നേരത്തെ 90 days എന്നല്ലായിരുന്നു, 3 months എന്നായിരുന്നു. ആ 3 months എന്നുള്ള മാറിയത്, അതായത് ആക്ട് നമ്പർ 1 of 2000, 1/2000,
ആ 2000 മുതലാണ് ഈ 3 months എന്നുള്ളത് മാറ്റി 90 days ആക്കിയത്. വിത്ത് എഫക്റ്റ് ഫ്രം 1/1/2000. അതായത് 2000 ആദ്യത്തെ നിയമം, അതാണ് ആക്ട് 1/2000. 2000 1-ാം നമ്പർ നിയമപ്രകാരമാണ് ഈ 90 days ആക്കിയത്. അതുവരെ വിത്തിൻ 3 months 3 മാസത്തിനുള്ളിൽ രജിസ്റ്റർ. അപ്പം 90 days മീൻസ് നമുക്കറിയാം 3 മാസം. പക്ഷേ പലതിനകത്തും 1 month 30 days എന്ന് പറയും, അല്ലെങ്കിൽ 1 week 7 days എന്ന് പറയും, അല്ലെങ്കിൽ 2 weeks അങ്ങനെ അതിനകത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പഠിക്കേണ്ടത് 90 days ആണ്, 3 months. അത് ഒമിറ്റ് ചെയ്ത് അത് മാറ്റിയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് 3 months 3 മാസത്തിനാകരുത് 1/1/2000 മുതൽ 90 days ആയി. ചോദിക്കാവുന്നതാണ്. ഒരു സംഘത്തിൻ്റെ അപേക്ഷ കിട്ടിയാൽ രജിസ്ട്രാർ എത്ര ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്നാണ് 90 days ആണ്. ചിലപ്പോൾ 90 days 3 months നമ്മൾ നോക്കും. 90 days 3 months ഈക്വലാണ്, പക്ഷേ 90 days ആണ്. അപ്പം നോക്കണം, ഓപ്ഷൻ ABCD 90 days കാണും, ചിലപ്പം 3 months കാണും. നേരത്തെ 3 months ആയിരുന്നു, അത് 1/1/2000 മുതൽ 90 days ആയി. അതാണ് ചുരുക്കി പറഞ്ഞാൽ മേൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് എയിലും ബിയിലും സിയിലും ഡിയിലും സെക്ഷൻ 7 സബ്സെക്ഷൻ ABCDയിൽ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ രജിസ്ട്രാർ അപേക്ഷ ലഭിച്ച് 90 ദിവസത്തിനകം സംഘവും അതിൻ്റെ ബൈലോയും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതാണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ ഏത് പ്രകാരമാണ് ചോദിച്ചാൽ സെക്ഷൻ 7 എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടുകയില്ല. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 എന്ന് എഴുതും. 1-ാം രജിസ്ട്രേഷൻ നോക്കുക. ഇപ്പോൾ ഓപ്ഷനകത്ത് ABCD A7, ഇപ്പം ഡിയിൽ 7 1 നമ്മൾ പെട്ടെന്ന് പഠിച്ചു പിടിച്ചിട്ടുണ്ട്. സെക്ഷൻ 7 രജിസ്ട്രേഷൻ 7 നമ്മുടെ ബബിൾസ് ആദ്യത്തെ കർപ്പിക്കും. പക്ഷേ ഡി കിടക്കുന്ന ഓപ്ഷൻ 7 1 നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ, അപ്പം 7 1 ആൻസർ. നമ്മൾ 7 എഴുതിയ ആൻസർ കിട്ടിയാൽ 7 1 എഴുതുക. അതുകൊണ്ടാണ് ഓപ്ഷൻ എയും സിയും ഡിയും മൊത്തം വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. ഇപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 2. അപ്പം 7 1 പ്രകാരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യും, സംഘവും അതിൻ്റെ ബെല്ലുവയും. എന്നാൽ സബ്സെക്ഷൻ 2 പറയുന്നത് വെൻ ഇത് രജിസ്ട്രാർ refuses to register a society, he shall communicate the order of refusal together with the reasons therefore within 7 days of such order to the applicants as may be prescribed. ഇപ്പോൾ 7 1 പ്രകാരം രജിസ്റ്റർ ചെയ്യും, അപേക്ഷ ക്രമപ്രകാരമാണെങ്കിൽ. 2 പറഞ്ഞത് എന്താണ്? ചിലപ്പോൾ ചോദിക്കും, ഒരു സഹകരണ സംഘം രജിസ്ട്രാർ റെഫ്യൂസ് ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുന്നത്, തള്ളുന്നത് ഏത് പ്രകാരമാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരമാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അതായത് മതിയായ കാരണങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതിപ്പോൾ ഒരു സംഘത്തിൻ്റെ ഏരിയ ഓപ്പറേഷൻ അതേപോലെ സംഗതി വല്ല ഇപ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യല, അല്ലെ ആക്ട് ആൻഡ് റൂൾസിന് കോൺട്രറി എതിരാണ് ഇവരുടെ ബൈലോ എങ്കിൽ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും, അതായത് മതിയായ കാരണങ്ങൾ ഉള്ള പക്ഷം, അപേക്ഷ റിഫ്യൂസ് ചെയ്യുന്ന പക്ഷം, തിരസ്കരിക്കുന്ന പക്ഷം, റിഫ്യൂസ് ചെയ്യാനുള്ള വിത്ത് റീസൺ ദെയർ ഓഫ്, തിരസ്കരിക്കുന്നതിനുള്ള കാരണസഹിതം വിത്തിൻ 7 days 7 ദിവസത്തിനകം മുഖ്യ സംഘാടകനെ അറിയിക്കേണ്ടതാണ്. ഇപ്പോൾ 7 ദിവസമുണ്ട്. ചിലപ്പോൾ 7 ദിവസം പറഞ്ഞാൽ അപേക്ഷ കിട്ടിയ 7 ദിവസമല്ല, തിരസ്കരിച്ചുകൊണ്ടുള്ള ഓർഡർ. അപ്പം നമ്മൾ കൊണ്ട് 90 days 90 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് അപേക്ഷ കിട്ടി, അപേക്ഷ കിട്ടി 7 ദിവസത്തിനകം. എപ്പോഴും എല്ലാവരും പിള്ളേർ പറയുമ്പോഴും ചോദിക്കുന്നത് ശ്രദ്ധിക്കുന്നതാണ്, അപേക്ഷ കിട്ടി 7 ദിവസത്തിനല്ല. അപ്പം നമുക്കൊരു രജിസ്ട്രാഫീസ് അപേക്ഷ കിട്ടി, രജിസ്ട്രാഫീസ് തിരക്കാണ്, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ അപേക്ഷ എടുക്കുക. നമ്മൾ കൊണ്ട് 90 ദിവസം രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 1 മാസക്കാലം 25 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, രജിസ്റ്റർ അപേക്ഷ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് റിഫ്യൂസ് ചെയ്യും. ഏത് പ്രകാരം? സെക്ഷൻ 7 2 പ്രകാരം റിഫ്യൂസ് ചെയ്തുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഓർഡർ ഉണ്ടാക്കണം. ആ ഓർഡർ ആക്കിയ ദിവസം മുതലാണ് 7 days. അതായത് രജിസ്ട്രാർക്ക് അപേക്ഷ കിട്ടിയ 7 ദിവസമല്ല, അതാണ് വിത്തിൻ 7 days. എപ്പോഴും തെറ്റിക്കുന്നതും സംശയം വരുന്നതാണ്. ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള, ഒരു സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കിട്ടി, അതെടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യാൻ അത് റിഫ്യൂസ് ചെയ്യും. അപ്പോൾ റിഫ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ഓർഡർ ഉത്തരവ് തയ്യാറാക്കണം വിത്ത് റീസൺ. എന്ത് കാരണം കൊണ്ട് റിഫ്യൂസ് ചെയ്യുന്നു, അതിന് അപാകതകളുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു ആപ്ലിക്കേഷൻ പഠിച്ചു,
ബിലോ 25 അംഗങ്ങൾ കുറയാൻ പാടില്ല. അതായത് പേഴ്സൺസ് ബിലോ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ പേഴ്സൺസ് ബിലോങ് ടു ഡിഫറെൻറ്റ് ഫാമിലി, 25 ഫാമിലി, അവരെല്ലാം അതിൽ ഒപ്പിട്ടിരിക്കണം. അതെങ്കിൽ ഒരാൾ ഒപ്പിട്ടില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ആ ഡിഫക്റ്റ് നമ്മളതിൻ്റെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു, അതിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിലാണ് 7(2) പ്രകാരം എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യും. റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും എന്നറിയിക്കണം വിത്തിൻ 7 days. ഏതാ 7 days? ഓർഡർ ഓഫ് റിഫ്യൂസൽ, അത് തിരസ്കരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പാസ്സാക്കുന്ന തീയതി മുതൽ ആരെ അറിയിക്കണമെന്ന് ചിലപ്പോൾ ചോദിക്കും. ആരെ അറിയിക്കണം? ചീഫ് പ്രൊമോട്ടറെ, മുഖ്യ സംഘാടകനെ ഇത് വിവരം രജിസ്ട്രാർ അറിയിക്കണം. അതാണ് സെക്ഷന് 7 പറയുന്നത്. ഇനി അതേപോലെ അപ്പോൾ ഇങ്ങനെ റെഫ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പാസ്സാക്കി മുഖ്യ സംഘാടകൻ രജിസ്ട്രാർ അയച്ചു കൊടുത്താൽ, അപ്പം അതിനകത്ത് ചോദിക്കാവുന്ന വേറൊരു ചോദ്യമുണ്ട്. ഈ മുഖ്യ സംഘാടകന് അല്ലെങ്കിൽ ചീഫ് പ്രൊമോട്ടർക്ക് ഇതിന്മേൽ എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം, അതൊരു പലപ്പോഴും ചോദിച്ചുള്ള ചോദ്യമാണ്. ചീഫ് പ്രൊമോട്ടർ ആക്ഷേപമുണ്ടെങ്കിൽ വിത്തിൻ 60 days ഈ ഓർഡർ, റെഫ്യൂസൽ ഓർഡർ കിട്ടി, റെഫ്യൂസൽ നിരസിച്ചുള്ള ഉത്തരവ് രജിസ്ട്രാർ ഉണ്ടാക്കി അതിനുള്ളിൽ 7 ദിവസത്തിനകം ചീഫ് പ്രൊമോട്ടർക്ക് അയച്ചു കൊടുക്കും. ചീഫ് പ്രൊമോട്ടർക്ക് ഈ റെഫ്യൂസൽ ഓർഡർ കിട്ടി വിത്തിൻ 60 days 60 ദിവസത്തിനുള്ളിൽ. ഇപ്പോൾ രജിസ്ട്രാറാണ് റെഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്പീൽ പോവാം. എവിടെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പം പല കേസിലും വരുന്നുണ്ട്. രജിസ്ട്രാറാണ് റെഫ്യൂസ് ചെയ്തെങ്കിൽ എവിടെ പോകണം ചോദിക്കും. ഒരു അപേക്ഷ രജിസ്ട്രാർ ഓഫീസ് എവിടെയാണ്? അഗ്രീവ്ഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ അതിനകത്ത് ഖേദമുള്ള കംപ്ലൈൻ്റ് ഉള്ള പാർട്ടിക്ക് എന്ത് അപ്പീൽ പോകാം, റെപ്രസെൻറ്റേഷൻ കൊടുക്കുക, അപേക്ഷ കൊടുക്കുക. എവിടെ? ആരാണ് രജിസ്ട്രാറെ നിയമിക്കുന്നത്? നമ്മൾ സെക്ഷൻ 3 പഠിച്ചു. ഗവൺമെൻറ് ഷാൽ അപ്പോയിൻ്റ് എ പേഴ്സൺ ആസ് ദി RCS ഫോർ ദി സ്റ്റേറ്റ് ഓഫ് കേരള. കേരള സംസ്ഥാനത്തിന് വേണ്ടി ഒരു സീനിയർ IAS ഓഫീസർ രജിസ്ട്രാറെ നിയമിക്കാം. അപ്പോൾ എവിടെ പോവും? ബിഫോർ ഗവൺമെൻറ് ചിലപ്പം ചോദിക്കുക എന്ന് പോകണം. ഈ നിരസിക്കൽ ഓർഡർ കിട്ടി 60 ദിവസത്തിനും പോകണം. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പിന്നീട് നോക്കാം. അപ്പം അത് സെക്ഷൻ 7(1) രജിസ്റ്റർ ചെയ്തു കൊടുക്കും. 7(2) അപാകതകളുണ്ടെങ്കിൽ അത് റെഫ്യൂസ് ചെയ്യും. റെഫ്യൂസ് ചെയ്യുമ്പോൾ അത് 7 ദിവസത്തിനകം ഓർഡർ റെഫ്യൂസ് ഉത്തരവ് പാസ്സാക്കി തീയതിയിൽ 7 ദിവസത്തിനകം മുഖ്യ സംഘാടകന് അയച്ചു കൊടുക്കണം. അതിന്മേൽ എന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ മുഖ്യ സംഘാടകന് വിത്തിൻ 60 days 60 ദിവസത്തിനകം രജിസ്ട്രാർ നിശ്ചയിച്ചുകൊണ്ട് രജിസ്ട്രാറുടെ മുകളിൽ എവിടെ അപ്പീൽ നമ്മളെപ്പോഴും പോകുന്നത് എവിടെയാണോ? ഒരു ഹൈ അതോറിറ്റിയിലാണ്. അപ്പം ഗവൺമെൻറ്റിൽ അപ്പീൽ കൊടുക്കാം. ദെൻ അപ്പോൾ സെക്ഷൻ 7(1)ഉം 2 കണ്ടു. ഇനി 7(3) ഇപ്പം നമ്മൾ വിശദമായിട്ട് സബ്സെക്ഷൻ പഠിക്കണം. ഇപ്പം 3 പറയുന്നത് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദി രജിസ്ട്രാർ വിത്തിൻ, നേരത്തെ 3 months ആയിരുന്നു, അത് മാറ്റി വിത്തിൻ 90 days ഫ്രം ദി ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് സെക്ഷൻ 7 സബ്സെക്ഷൻ 3 പറയുന്നത് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, ഒരു സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ വേണ്ടി അപേക്ഷ കിട്ടിയാൽ രജിസ്ട്രാർ അത് ഡിസ്പോസ് ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്നല്ല, അത് തീർപ്പാക്കണം, അതിന്മേൽ തീരുമാനമെടുക്കണം എന്ന് വിത്തിൻ 90 days. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? ആക്ട് 1(2001) വിത്ത് എഫക്റ്റീവ് 1/2000 മുതൽ അവിടെയും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ വിത്തിൻ 3 months എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് വിത്തിൻ 90 days ആണ്. നമ്മൾ നേരത്തെ 90 days നേരത്തെ കണ്ടു, 3 months പകരം 90 days. ഇത് 3 പറയുന്നുണ്ട്, 7(3) പറയുന്നുണ്ട് രജിസ്ട്രാർ അതിന്മേൽ 90 ദിവസത്തിനകം എന്ത് ചെയ്യണം? തീരുമാനമെടുക്കണം. അപ്പം 7(1), 2, 3. ഇനി സെക്ഷൻ 7 രജിസ്ട്രേഷന് വീണ്ടും സബ്സെക്ഷൻ 4 വേറൊരു കാര്യം പറയുന്നു. വേർ ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഈസ് നോട്ട് ഡിസ്പോസ്ഡ് വിത്തിൻ ദി ടൈം സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 3. സബ്സെക്ഷൻ 3 നമ്മളിപ്പം കണ്ടുകൊള്ളും എന്താണ്? 90 days. അത് ഞാൻ വിശദീകരിക്കാം. അപ്പം സബ്സെക്ഷൻ 3 പറഞ്ഞിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ഒരു സഹകരണ സംഘത്തിൻ്റെ അപേക്ഷ രജിസ്ട്രാർ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ദി ആപ്ലിക്കൻ്റ് മേ മേക്ക് എ റെപ്രസെൻറ്റേഷൻ. ചുരുക്കി പറഞ്ഞാൽ നിശ്ചിത സമയത്തിനകം, നിശ്ചിത സമയം എന്താണ്? സെക്ഷൻ 7(3) പറഞ്ഞിട്ടുണ്ട് എന്താണ്? 90 days. ആ 90 ദിവസത്തിനകം
ഒരു സംഘത്തിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപേക്ഷയിൽ രജിസ്ട്രാർ തീരുമാനമെടുക്കാത്ത പക്ഷം അപേക്ഷകന് നിവേദനം സമർപ്പിക്കുക. അത് ചിലപ്പോൾ ചോദിക്കും, ഒരു സംഘത്തിൽ അപേക്ഷ രജിസ്റ്റർ ചെയ്യാണ്ടി കൊടുത്ത് സംഘം അപേക്ഷ കൊടുത്ത് അത് രജിസ്ട്രാർ 90 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അപേക്ഷകന് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള എവിടെയാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 4 അപ്പോൾ നമ്മൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 4 കണ്ടു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്ട്രാർ അത് ഡിസ്പോസ് ചെയ്തിട്ടില്ല എങ്കിൽ ആരാണോ അപേക്ഷ കൊടുത്ത് അപേക്ഷിക്കുന്നത് ചീഫ് പ്രൊമോട്ടർ ആയിരിക്കും, അല്ല അഗ്രീഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കൻ്റ് എന്നേ പറയുന്നുള്ളൂ, എന്ത് ചെയ്യാം, റെപ്രസെൻറ്റേഷൻ അപേക്ഷ കൊടുക്കാൻ. എവിടെ കൊടുക്കണം? അതാണ് 7 സബ്സെക്ഷൻ 4 ക്ലോസ് എയിലും ബിയിലും പറയുന്നത്. ഇപ്പോൾ 7(4) സബ്സെക്ഷൻ 4 ക്ലോസ് എയിൽ പറയുന്നത്, ബിഫോർ ദ രജിസ്ട്രാർ ഇഫ് ദി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മേഡ് ടു എ പേഴ്സൺ on whom the powers of the registrar is conferred under subsection 2 of section 3. സെക്ഷൻ 7(4)യിൽ പറയുന്നത് ബിഫോർ ദ രജിസ്ട്രാർ കൊടുക്കണം. എപ്പോൾ? ഈ അപേക്ഷ തള്ളുന്നത് ആരാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മേഡ് ടു എ പേഴ്സൺ, ആർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഓൺ ഹൂം ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ഈസ് കൺഫേർഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 3. നമ്മൾ സെക്ഷൻ 3 എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു 2 തരം രജിസ്ട്രാർ ഉണ്ടെന്ന് പറഞ്ഞു. 3(1) പ്രകാരം ഗവൺമെൻറ് നിയമിക്കുന്ന രജിസ്ട്രാറും 3(2) പ്രകാരം രജിസ്ട്രാറുടെ അധികാരങ്ങൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നയാളും രജിസ്ട്രാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ രജിസ്ട്രാർ തൊട്ട് അഡീഷണൽ രജിസ്ട്രാർ, ജില്ലാതലത്തിൽ ജോയിൻറ്റ് രജിസ്ട്രാർ, താലൂക്ക് തല അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ തന്നെയാണ്. അതാണ് 2 തരം രജിസ്ട്രാർ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ 3 പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മളുണ്ട് സഹകരണ സംഘം രജിസ്ട്രേഷൻ്റെ രജിസ്ട്രാറുടെ അധികാരം ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള ജില്ലാതലത്തിൽ, അപ്പം താലൂക്ക് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. ജില്ലാതലത്തിൽ നമ്മൾ കണ്ട് ജില്ലാതല ഉദ്യോഗസ്ഥനാണ്. ഞാൻ വിശദമായിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പറയുമ്പം പറയാം. ജില്ലാതലത്തിൽ ജോയിൻറ്റ് രജിസ്ട്രാറാണ്. ഇപ്പോൾ ഒരു പ്രൈമറി സംഘം, ഒരു വില്ലേജ് പ്രവർത്തനം എഴുതിക്കൊണ്ട് ഒരു PSC പാക്സ് രൂപീകരിക്കുന്ന CV അപേക്ഷ എന്ത് ചെയ്യും? രജിസ്ട്രാർക്ക് തിരുവനന്തപുരത്ത് കൊടുക്കേണ്ട, ജോയിൻറ്റ് രജിസ്ട്രാർക്ക് കൊടുത്താൽ മതി. ഇനി ജോയിൻറ്റ് രജിസ്ട്രാറാണ് തള്ളുന്നതെങ്കിൽ, റിഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ 7(4)(4)(a) ക്ലോസ് എ പ്രകാരം, സെക്ഷൻ 7 സബ്സെക്ഷൻ 4 ക്ലോസ് എ പ്രകാരം ഒരു ജോയിൻറ്റ് രജിസ്ട്രാറാണ് അപേക്ഷ തള്ളുന്നെങ്കിൽ ആർക്ക് കൊടുക്കാം? രജിസ്ട്രാർക്കും. ഇനി അടുത്താണ് 4(b) സബ്സെക്ഷൻ സെക്ഷൻ 7 സബ്സെക്ഷൻ 4 ക്ലോസ് ബിയിൽ പറയുന്നത്, ബിഫോർ ദി ഗവൺമെൻറ് ഇഫ് ദി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മെയ്ഡ് ബിഫോർ ദ രജിസ്ട്രാർ within 60 days from the date of receipt of such representation, issue direction to the authority concerned to take appropriate decision on the application for registration, and authority concerned shall comply with such directions. ഇതാണ് 4(a)ലും ബിയിലും പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. 7 സബ്സെക്ഷൻ 4 ക്ലോസ് എയും ബിയിലും പറയുന്നത്, ചുരുക്കി പറഞ്ഞാൽ രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപേക്ഷ രജിസ്ട്രാറുടെ അധികാരങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ രജിസ്ട്രാർക്കാണ് അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ സർക്കാരിലേക്കും നിവേദനം നൽകണം. ഇപ്പം നോക്കുക, 2-3 ജില്ലാ പ്രവർത്തന പരിധിയായിക്കൊണ്ട് ഒരു സംഘം രൂപീകരിക്കണം. അത് കൊടുക്കേണ്ടത് ആർക്കാണ്? മോർ ദാൻ 1 റവന്യൂ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അപേക്ഷ രജിസ്ട്രാർ കൊടുക്കണം. ഇനി രജിസ്ട്രാറാണ് തള്ളുന്നെങ്കിൽ ഗവൺമെൻറ്റിൽ കൊടുക്കണം. ഇനി പ്രൈമറി സംഘമാണെങ്കിൽ, നമുക്ക് ജില്ലാതലത്തിലുള്ള സംഘമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പ്രൈമറി ആണെങ്കിൽ ജോയിൻറ്റ് രജിസ്ട്രാർ കൊടുക്കണം. ജോയിൻറ്റ് രജിസ്ട്രാറാണ് തള്ളുന്നതെങ്കിൽ രജിസ്ട്രാർക്കും കൊടുക്കണം. അതാണ് എയിലും ബിയിലും പറഞ്ഞിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആർക്കൊക്കെ കൊടുക്കണം. അത് ഓർത്തിരുന്നാൽ മതി. ചെറിയ സംഘം രജിസ്ട്രാറുടെ അധികാരം കൊടുത്ത് ജില്ലാതലത്തിലുള്ള ജോയിൻറ്റ് രജിസ്ട്രാർ വരെ കൊടുത്തിട്ടുള്ളൂ. ജോയിൻറ്റ് രജിസ്ട്രാർ ആണെങ്കിൽ രജിസ്ട്രാർക്കും. ഇനി വൻതല ഒരു സംസ്ഥാന സംഘത്തിലൊരു അപ്പർ സംഘം രൂപീകരിക്കാൻ അപേക്ഷ കൊടുത്തെങ്കിൽ അത് തല്ലെങ്കിൽ രജിസ്ട്രാറാണ് തല്ലുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ്റിലേക്കും കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രാറോ സർക്കാരോ അതായത് ആസ് ദ കേസ് മേ ബി, അതാത് സംഗതി പോലെ നിവേദനം സ്വീകരിച്ച് ഇങ്ങനൊരു അഗ്രീഡ് പാഠം നിവേദനം കിട്ടിയാൽ, നിവേദനം കിട്ടിയ തീയതി മുതൽ വിത്തിൻ 60 days, ആ ഡേയ്സൊക്കെയാണ് ചോദിക്കുക, പ്രധാനമുണ്ട്. ഇതിനുള്ളിൽ
ബന്ധപ്പെട്ട അധികാരിക്ക് യുക്തമായ തീരുമാനമെടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടതും ബന്ധപ്പെട്ട അധികാരി അത്തരം നിർദ്ദേശം പാലിക്കേണ്ടതുമാണ്. അതായത് സെക്ഷൻ 7 സെക്ഷൻ 7(4) എയും ബിയും അനുസരിച്ച്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഓർത്തിരിക്കണം. ഇങ്ങനെ അപേക്ഷ കിട്ടിയാൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. നിരസിക്കുന്ന പക്ഷം രജിസ്ട്രാറുടെ അധികാരം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ രജിസ്ട്രാർക്കും, ഇനി രജിസ്ട്രാർക്കാണ് അപേക്ഷ കൊടുത്തത്, രജിസ്ട്രാറാണ് തള്ളുന്നതെങ്കിൽ ഗവൺമെൻറ്റിൽ അപേക്ഷ കൊടുക്കണം. അങ്ങനെ കിട്ടിയാൽ ഗവൺമെൻറ് ആണെങ്കിൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുക്കണം. രജിസ്ട്രാർക്കാണ് അപേക്ഷ കിട്ടിയെങ്കിൽ രജിസ്ട്രാർ ജോയിൻറ്റ് രജിസ്ട്രാർ താഴെയുള്ളതൊക്കെ എന്ത് ചെയ്യണം? 60 ദിവസത്തിനകം ഇതിലുള്ള തീരുമാനം അപ്രോപ്രിയേറ്റ് അനുയോജ്യമായ തീരുമാനം എടുക്കണമെന്ന് കാണിച്ചുകൊണ്ട് ഡയറക്ഷൻ കൊടുക്കണം. ഇതാണ് സെക്ഷൻ 7 രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പം ഒന്നുകൂടെ ഓർത്തിരുന്നതാണ്. സെക്ഷൻ 7 സബ്സെക്ഷൻ 1, 2, 3, 4 ഉണ്ട്. 4 2 ക്ലോസ് ഉണ്ട്, എയും ബിയും. എയും ബിയും സൂചിപ്പിക്കുന്നത് റെപ്രസെൻറ്റേഷൻ റെഫ്യൂസ് ചെയ്യുന്ന പക്ഷം അപ്പീൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, രജിസ്ട്രേഷൻ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് നമുക്കടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. നന്ദി, നമസ്കാരം.